വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു യോഗട്ട് അൺബോക്സിങ്. മുന്നേ ഫോഗ് അടിച്ച പോലെ ഉണ്ടായി, ഞാൻ തുടച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു വെറൈറ്റി അടിക്കാൻ പോകുന്നു. എല്ലാം തല തിരിഞ്ഞേ കാണത്തുള്ളൂ. ഞാൻ സെൽഫി ക്യാമറ ചേക്കണേ. ഗൈസ്, പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേവററ്റ് ഫ്ലേവറാണ്. ഞങ്ങളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, കാരണം റെസിപ്പി അറിയാം, എൻ്റെ അമ്മക്കറിയാം. ശരി, വൈകിട്ട് കഴിച്ച് നമുക്കിത് ഫുള്ളായി തുറക്കാം. ഹാഫ് തുറന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാൻ മറന്നു ഒന്ന്. നക്കിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ നോക്കിയതാണ്. നോക്കിയപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് മണത്തൊക്കെയാണ്. ഒരു സൈഡ് ഫുൾ കേടായി. വെയിറ്റ് ഗൈസ്, ഞാനിപ്പോൾ വെയിറ്റ് സ്പൂൺ എടുത്തോണ്ട് വരാം. വെയിറ്റ്, സ്പൂൺ എടുക്കാണ്. ഞാൻ ഉഡൻ സ്പൂണാണ് ഗൈസ്. ഇപ്പോഴൊക്കെ നമുക്ക് ഉഡൻ സ്പൂണായി. എനിക്ക് ഭയങ്കര ഇഷ്ടം കഴുകി തരാൻ. ഇതാണ് വെയിറ്റ്, കളഞ്ഞിട്ട് വരാം. എൻ്റെ പുതിയ മോതിരം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇത്തിരി ദിവസം കൂടി ഉണ്ടായില്ല എക്സ്പയർ ചെയ്യാൻ ആവാൻ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കൊണ്ടുവരാം. കാണാൻ എല്ലാം വീട്ടിൽ. ഇത് പുതിയതായിട്ട് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചു. ഒരു ഓക്കെ ബിരിയാണിയും പിന്നെ ഇത് ഫിഷ് പാൽസോഡ എന്ന് പറഞ്ഞിട്ട്. അത് ആരും വാങ്ങി തിന്നാൻ നിൽക്കരുത്, കാരണം ഇത് പുതിയതായിട്ട് വന്നത് കാരണം ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ ബിരിയാണി ഞാൻ മിക്കവാറും കഴിക്കാറില്ല, അപ്പം ഇന്നൊന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങരുതിട്ട്, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ല, കഴിക്കാൻ നിൽക്കണ്ട. ഇപ്പം ഞാൻ എന്താ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതാണല്ലോ, വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഏതാണ്ട് തുറന്ന് കാണിക്കാം. ഇത് നമ്മുടെ യോഗട്ട്. ഇതെന്തുവാ? അയ്യേ, കണ്ണ് കാണാനുള്ള നോ പ്രിസർവ്സ് ഫാക്ടോസ് എന്താ എഴുതിക്കാം. നമ്മൾ എപ്പോഴും സ്റ്റേ ഫിറ്റ് ഗൈസ്. ഇപ്പം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് കാര്യം. എൻ്റെ ചേട്ടൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഗൈസ്, അപ്പോൾ അവൻ നല്ല ഫിറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഫിറ്റ്. അതിന് ജിമ്മിനൊന്നും പോകണമെന്നില്ല കേട്ടോ, ഫുഡ് ജങ്ക് ഫുഡ്സ് കഴിക്കരുത്. ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി. കാരണം ഇവിടെ ഒരു റെഫറൻസ് പോലെ എന്തോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മഞ്ഞപ്പൊടി ഞാൻ നോക്കണതാണ്. അടുത്തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഉണ്ട്, അതാണ് നോക്കിയത്. എനിക്ക് ഒരു സ്പൂൺ കൂടി വേണം, അത് കഴിച്ചോക്കാം. ഒരു സ്പൂൺ കൂടി വേണം. എല്ലാം ചോദിച്ചാൽ ഒറ്റ മോളാണ്, ഞാൻ ഒറ്റക്കാണ് വീഡിയോസ് ഉള്ളത്. കാണാൻ എന്തോ കാണാൻ പറ്റണ്ടോന്ന് അറിഞ്ഞൂടാ. ഗൈസ്, ക്യാമറ ഒന്ന് മര്യാദ നോക്കട്ടെ, കാണാൻ പറ്റണ്ട. ഇത്രയും കൂടി ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ, അത് ഞങ്ങളുടെ വീട്ടിലെ മതിലാണ്. അടിപൊളി മതിലാണ് ഗൈസ്. അപ്പോൾ എന്ത് പറയാമെന്ന് ചോദിച്ചാൽ
എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് മിക്കവാറും കഴിക്കാറില്ല. യോഗട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഫ്ലേവർ നോക്കിയിട്ട് പറയാം. തവാങ്കൂർ ട്രഡീഷണൽ തറവാണക്കൂർ. എനിക്കിത് വായിക്കൽ പ്രശ്നമൊക്കെ എന്തോ ഉണ്ടായി, കാണുമ്പോൾ എന്തോ തന്നെ ഒരു തോന്നും. എനിക്കെന്തോ പോലെ ഒന്നുണ്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കൂട്ടാനായി ഇത് ആദ്യമായിട്ട്. ഇത് വേണ്ട മാത്രം ആരും വാങ്ങാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ കഴിഞ്ഞ ഈ വർഷം തന്നെയാണ്, ഈ വർഷം 2025 ആനുവൽ എക്സാം കഴിഞ്ഞ് ഞാൻ വരുമായിരുന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ ആലുവയിലാണല്ലോ. അപ്പം ഞാൻ മൂലൻസ് എന്നൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ കയറി എന്താ പറയുക, മൂലൻസ് ഹൈപ്പർ മാർക്കറ്റ്. അവിടെ പോയിട്ട് ഒരു മാംഗോ ഫ്ലേവേർഡ് യോഗട്ട് വാങ്ങി. മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴോ കഴിച്ചൊരു ഓർമ്മ. അപ്പോൾ അതിനെ വാങ്ങി. എൻ്റെ അമ്മ ഒന്നിനും കൊള്ളൂല, എനിക്കിഷ്ടമായില്ല. എക്സ്പയറി ഡേറ്റ് നോക്കി എല്ലാം ഉണ്ട്, എക്സ്പയറി ഒക്കെ ആയിട്ടില്ല. പക്ഷെ എനിക്കത് കാണുമ്പോൾ എന്തോ പോലെ ഛർദ്ദിക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. അത് ഞങ്ങൾ പുറത്തു പോയിട്ടൊന്ന് നോക്കിയപ്പോൾ അതാണെങ്കിൽ ഇവിടെ ഫുള്ള് ഇതിനെ ഫുള്ളുണ്ടായി. ഇത് ഫുള്ളുണ്ട് ഇപ്പം. ഇതിനതിൻ്റെ ഈ വരേൻ്റെ അവിടം വരെ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇത് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. അവിടെ കഴിച്ചിട്ടുണ്ടായപ്പോൾ ഒട്ടിപ്പിടിച്ച് പൊളി. കൊള്ളില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ഫ്ലേവർ ശീലമില്ല, അത് കാരണമാണ്. കഴിച്ച് വരുമ്പോൾ തോന്നും നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. അതിൻ്റെ ലേക്ക് ബെസ്റ്റ്. ഇതുവരെ ഞാൻ കഴിക്കാത്തൊരു യോഗട്ട വാങ്ങിച്ചോട്ടല്ല എന്നെ ഫസ്റ്റ്. ഒരു കട്ട കിച്ചണിലാണ് നമ്മളിപ്പോൾ. കുഴപ്പമില്ലെന്നേ. വാതിലടിക്കാൻ പോയാലോ നമുക്ക് എടുക്കാം. ഇത് നമുക്ക് പാർട്ട് 2 കാണാം. എന്നാൽ ശരി, ബൈ. എല്ലാവരും അപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.